യാദവശ്രേഷ്ഠനായ വസുദേവരെ, ദേവകന്യയായ ദേവകി, അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. ഹിരണ്യാക്ഷൻ യുഗങ്ങൾക്ക് മുൻപ് പൃഥ്വിയെ ജലത്തിൽ താഴ്ത്തിയിരുന്ന സന്ദർഭത്തിൽ നാം തന്നെയാണ് വരാഹാവതാരം എടുത്തുകൊണ്ട് പൃഥ്വിയെ ജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നത്. നരസിംഹാവതാരം എടുത്തുകൊണ്ട് ഹിരണ്യകശ്യപുവിനെ വധിച്ചതും നാം തന്നെയായിരുന്നു. നാം തന്നെയാണ് വാമനാവതാരം എടുത്തുകൊണ്ട് രാജാ മഹാബലിക്ക് പാതാള ലോകത്തിൽ സ്ഥാനം നൽകിയത്. എപ്പോഴെല്ലാമാണ് മനുഷ്യർ ധർമ്മത്തിന്റെ മർമ്മം വിസ്മരിക്കുന്നത്, എപ്പോഴെല്ലാമാണ് അവരുടെ മനസ്സിൽ നിന്നും ഉത്തമ ഭാവനകളുടെ നാശം സംഭവിക്കുന്നത്, പ്രേമത്തിന്റെ സ്ഥാനം മാത്സര്യവും അതുപോലെ കരുണയുടെ സ്ഥാനത്തെ അഹങ്കാരവും കൈക്കലാക്കുമ്പോഴും, രാജാവ് സ്വന്തം പ്രജകളെ തന്നെ ചൂഷണം ചെയ്യുമ്പോഴും, സത്യത്തെക്കാൾ അധികമായി അധികാരമോഹം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, അപ്പോഴെല്ലാം നാം പുതിയ അവതാരത്തിൽ ജന്മമെടുക്കാറുണ്ട്. ഇന്ന് വീണ്ടും നമുക്ക് അവതാരമെടുക്കുവാനായുള്ള സമയം നമ്മുടെ സമക്ഷം വന്ന് ചേർന്നിരിക്കുകയാണ്. നിങ്ങളിരുവരും ഇപ്പോൾ തന്നെ ധർമ്മത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിരുവരുടെയും യാതനകൾ ദർശിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദേവതകൾ പോലും ശോകത്തിലാണ്ടു പോയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇരുവരുടെയും മാധ്യമത്തിലൂടെ സമസ്ത പ്രപഞ്ചത്തിനും ധർമ്മവും ശാന്തിയുമാകുന്ന വരപ്രസാദം പ്രാപ്തമാകുന്നതാണ്. നാം തന്നെ അവിടുത്തെ പുത്രനായി ജന്മമെടുത്ത് അവിടുത്തെ മടിത്തട്ടിൽ വിളയാടുന്നതാണ് മാതേ. ഈ ശുഭകരമായ സമയത്ത് നാം അവിടുത്തെ ഗർഭത്തിലേക്ക് സകല ഗുണങ്ങളോടും കൂടി പ്രവേശിക്കുവാൻ പോവുകയാണ്. സമസ്ത പ്രപഞ്ചത്തിനും ആശീർവാദം നൽകുന്ന വിഷ്ണു അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി യാചിക്കുകയാണ് മാതേ. നമ്മെ അവിടുത്തെ പുത്രന്റെ രൂപത്തിൽ സ്വീകരിച്ചാലും മാതേ, നമ്മെ അവിടുത്തെ പുത്രന്റെ രൂപത്തിൽ സ്വീകരിച്ചാലും മാതേ.